Hello my dear students, welcome to Aegon Learning. This is me Aslam. 8ാം ക്ലാസ്സിലെ സ്റ്റാറ്റിസ്റ്റിക്സിൽ അവസാനത്തെ ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതിവിവര കണക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഫ്രീക്വൻസി ടേബിൾ, അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം ആവൃത്തി പട്ടിക. അപ്പോൾ അതറിയാൻ വേണ്ടി അതെങ്ങനെ സിമ്പിളായിട്ട് വരയ്ക്കാം എന്നുള്ളത്, എങ്ങനെ പട്ടിക വരയ്ക്കാം എന്നുള്ളത് ഞാൻ സിമ്പിളായിട്ട് പറയാൻ പോകണം മക്കളെ. നിങ്ങൾ എന്താക്കിയോ, ഞാനൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യൻ നല്ലോണം മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സ്കൂളിലെ ഏതോ ഒരു എക്സാമിന് 35 കുട്ടികൾക്ക് കിട്ടിയ മാർക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത്രയും മാർക്കുകളാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? ഒരു സ്കൂളിലെ 35 കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി ടേബിൾ അല്ലെങ്കിൽ ആവൃത്തി പട്ടിക ഉണ്ടാക്കാനാണ് പറയുന്നത്. വെരി സിമ്പിളാണ്, നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിന് ആദ്യം ചെയ്യേണ്ടത് ഇതേപോലൊരു ടേബിൾ വരയ്ക്കുക. ഈ ടേബിളിൽ ഒന്നാമത്തെ കോളത്തിൽ സ്കോർ, രണ്ടാമത്തെ കോളത്തിൽ ടാലി അടയാളം, മൂന്നാമത്തെ കോളത്തിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കുട്ടികളുടെ എണ്ണം. ടാലി അടയാളം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചെറുപ്പത്തിൽ എന്തൊക്കെ ചില കളികൾ കളിക്കുമ്പോൾ ഇങ്ങനെ 1 2 3 4 എഴുതിയിട്ട് ഇങ്ങനെ ക്രോസ് ഒക്കെ ചെയ്യലോ, ഇതാണ് ടാലി അടയാളം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരെ എന്താക്കാണ്, മാർക്കുകൾ മനസ്സിലാക്കാൻ പോവാണ്. 10 മുതൽ 20 വരെയാണ്. ഏറ്റവും ചെറിയ മാർക്ക് 10 മാർക്കുമാണ്, ഏറ്റവും വലിയ മാർക്ക് എന്താണ് 20 മാർക്കുമാണ്. അപ്പോൾ 10 മുതൽ 20 വരെ ഓരോ മാർക്ക് കൂടി പോകുന്ന നമ്പേഴ്സാണ് ഇവിടെ കാണുന്നത്, സ്കോറുകളാണ് കാണുന്നത്. 10 ഉണ്ട്, 11 ഉണ്ട്, 12 ഉണ്ട്, അങ്ങനെ 20 വരെ പോകുന്നു. അപ്പോൾ നമുക്കിത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി ടേബിളാണ്. നമുക്ക് എന്താക്കേണ്ട, ക്ലാസ് ആക്കേണ്ട, വിഭാഗമാക്കി മാറ്റേണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ആദ്യം ഈ സ്കോറുകളൊക്കെ മാർക്കുകളൊക്കെ എഴുതി വെക്കാണ്. 10 ഉണ്ട്, 11 ഉണ്ട്, 12 ഉണ്ട്, 13 ഉണ്ട്, 14 ഉണ്ട്, 15 ഉണ്ട്, 16 ഉണ്ട്, 17 ഉണ്ട്, 18 ഉണ്ട്, 19 ഉണ്ട്, 20 ഉണ്ട്. ആ 20 മാർക്ക് എഴുതി കഴിഞ്ഞു. ഇനി ഇതിന് ഓരോന്നിനും നേരെ വരുന്ന മാർക്ക്, കുട്ടികളുടെ എണ്ണം എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ എഴുതുമ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗ്ഗമാണ് ടാലി അടയാളം. ഈ ടാലി അടയാളം ചില്ലറക്കാരല്ല, അയാളെ കൊണ്ടുള്ള ഉപയോഗമാണ് ഞാൻ ഇതാ പറയാൻ പോകുന്നത്. ആദ്യത്തെ നമ്പറാണ് ഏത്, ആദ്യത്തെ മാർക്കാണ് ആര്, 15 എന്ന് പറയുന്നത്. ഇപ്പോൾ 15 ഞാൻ എടുക്കുകയാണ്. 15 എത്ര ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ ഇങ്ങനെ 1 2 എണ്ണുമ്പോൾ ചിലപ്പം ഈ എണ്ണിയ ആൾക്കാരെ നമുക്ക് മാറ്റി വെക്കാനൊന്നും കഴിയില്ല. അതിന് ഏറ്റവും സിമ്പിളായി നല്ലത് ഒരു ക്രോസ് ഇട്ട് കൊടുക്കുക. നമ്മൾ എടുക്കുന്ന ആൾക്കാർക്ക് ഒരു ക്രോസ്, 15 ഒരു ക്രോസ്, ഒരു 15 ആയി. രണ്ടാമത്തെ 15, മൂന്നാമത്തെ 15, നാലാമത്തെ 15, അഞ്ചാമത്തെ 15, 6 15. എത്ര 15 ഉണ്ട്, എത്ര 15 ഉണ്ട്, 6 15 ഉണ്ട്, 6 15. അപ്പോൾ 15 നേരെ ഞാൻ 1 2 3 4, അഞ്ചാമത്തെ ആളിങ്ങനെ ഈ 4 നേരെ ഒരു ക്രോസ് ഇട്ടുക. 5 ആൾക്കാരായി. ആറാമത്തെ ആളെ കാണിക്കാൻ ഒരു വര കൂടി. ടോട്ടൽ 15 നേരെ 15 നേരെ എത്ര ആൾക്കാരായിരുന്നു, 6 ആൾക്കാർ വന്നു. നെക്സ്റ്റ് നമ്പർ ഏതാ വരുന്നത്, 10 എന്ന് പറയുന്ന ആളാണ്. ഇതേപോലെ 10ന് 1, വേറെ 10 കാണുന്നുണ്ടോ, വേറെ 10 കാണുന്നുണ്ടോ, ഇല്ല. അതാ ഇവിടെ ഒരു 10, 2 10, 2 2 10 ഉള്ളൂ. 10ന് നേരെ 1 2. ഇനി നിങ്ങൾക്ക് തോന്നാണ് ചിലപ്പോൾ നമുക്ക് മിസ്സായി പോയാലോ. മിസ്സായി പോയാൽ പേടിക്കേണ്ട, നമ്മൾ ക്രോസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ മിസ്സായി പോയ ആൾക്കാരെ അവസാനം കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ക്രോസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ക്രോസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമാണ് ഞാൻ പറഞ്ഞതിപ്പോൾ. ഇനി നെക്സ്റ്റ് നമ്പർ ഏതാടാ, 18 എന്ന് പറയുന്ന ആളാണ്. 18 1 2 2 18 ഉള്ളൂ. ആകെ 2 2 18. അപ്പോൾ ഞാൻ എന്താക്കുന്നു, 18 നേരെ 2. ഇനി നെക്സ്റ്റ് ഏതാണ്, 11 1 2 3 3 11. അപ്പോൾ 3. ഇനി അടുത്തതാരാണ് 19, ഒരു 19 ഉള്ളൂ. അപ്പം 19 നേരെ 1. ഇനി നെക്സ്റ്റ് ഏതാ വരുന്നത്, 16 1 2 3 4 5 5 16. അപ്പം 16ന് നേരെ 5 ആൾക്കാർ, 1 2 3 4 5. ഓക്കെ ആണല്ലോ, 5 ആൾക്കാരെ. നെക്സ്റ്റ് വരുന്ന നമ്പർ ഏതാ, 17 ആണ്. ഒരു 17, 2 17, 3 17, ഇനി 4 17. ടോട്ടൽ 4 17. അപ്പോൾ 17 നേരെ 1 2 3 4. ഇനി നെക്സ്റ്റ് ഏതാ വരുന്നത്, 14 ആണ്. 14 1 14 2 14 3 14 4 4 14. 14 നേരെ 1 2 3 4 വരാം. ഇനി അടുത്തതാരാണ്, 13 1 2 3 4. 13 നേരെ 4 വരാം, 1 2 3 4. നെക്സ്റ്റ് ഏതാ വരുന്നത്, നെക്സ്റ്റ് ഇതാ 20 അല്ലേ. 20 ഒറ്റ ഒന്നുള്ളൂ. 20 നേരെ ഒറ്റ 1. ഈ നെക്സ്റ്റ് ഏതാ വരുന്നത്, 12 ആണ്. 12 1 2 3 ഇതാ 1 2 3 1 2 3. 12 നേരെ 3 1 2 3. അപ്പോൾ എല്ലാ ആൾക്കാരും നമ്മൾ നോക്കിക്കേ, ഇവിടെ എല്ലാ നമ്പേഴ്സും എല്ലാ മാർക്കുകളും നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഓരോ ആൾക്കാർക്ക് നേരെയുള്ള ടാലി അടയാളം കിട്ടിക്കഴിഞ്ഞു. ഇനി നേരെ കുട്ടികളുടെ എണ്ണം എഴുതാൻ പോവാണ്. 10ന് നേരെ 2 ആണ്. അപ്പോൾ ഞാൻ എന്താക്കുന്നു, 2 എഴുതുന്നു. 2 എഴുതി. 11ന് 3 ആണ്. 12ന് 3 ആണ്. 13ന് 4 ആണ്. 13ന് 4 ഉണ്ട്. 14ന് 4 അടയാളമുണ്ട്. 15ന് 6 അടയാളമുണ്ട്. 16ന് 5 അടയാളമുണ്ട്. 17ന് 4 അടയാളമുണ്ട്.
18 2 19 1 20 എല്ലാ ആൾക്കാരും എല്ലാ മാർക്കും വരുന്ന കുട്ടികളുടെ എണ്ണം കിട്ടിക്കഴിഞ്ഞു. ഇനി മക്കളെ ഇത് കൺഫേം ആണ്, ഇത് ശരിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, ഈ നമ്പേഴ്സ് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 35 കിട്ടിയിരിക്കും. 35 കിട്ടിയാൽ എന്താണ് നമ്മൾ ചെയ്തത് ശരിയാണ്. 35 കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ എന്താക്കുക, ചെക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. 35 കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. See you then.